എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ദശാവതാരം കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നരസിംഹാവതാരത്തിലേക്ക് കടക്കുകയാണ്. ഭഗവത് കഥാമൃതം ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു പ്രാർത്ഥന. സർവജഗത്തിനും നാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങയുടെ ഈ കഥാമൃതം കേൾക്കുന്ന ഭക്തന് അങ്ങയുടെ അനുഗ്രഹവും കൃപയും എപ്പോഴും ഉണ്ടാകണമേ. നിങ്ങളുടെ ഹൃദയം ഭക്തിയാൽ നിറഞ്ഞതാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭഗവാന്റെ നാമങ്ങൾ തീർച്ചയായും എഴുതുമല്ലോ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഭഗവാന്റെ കഥാമൃതം തുടർന്നും കേൾക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പരമാനന്ദ സ്വരൂപനായ ഭഗവാന്റെ ആനന്ദപൂർണമായ നരസിംഹാവതാര കഥ നമുക്ക് ആരംഭിക്കാം. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായ മഹാവിഷ്ണു വരാഹാവതാരം എടുത്ത് ഹിരണ്യാക്ഷനെ വധിച്ച വിവരമറിഞ്ഞ് ഹിരണ്യകശിപു കുപിതനും ദുഃഖിതനുമായി തീർന്നു. ബന്ധുജനങ്ങളുടെ സാന്ത്വന വാക്കുകൾ കേട്ട് ദുഃഖമൊട്ടൊടുങ്ങിയപ്പോൾ മഹാവിഷ്ണുവിനെ വിഷ്ണുഭക്തന്മാരെയും വിഷ്ണുപ്രിയന്മാരെയും ഒതുക്കാൻ തന്റെ കയ്യൂക്ക് മതിയാവുകയില്ലെന്ന് മനസ്സിലാക്കിയ അസുര രാജാവ് മന്ദരപർവ്വതത്തിലെത്തി ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ച് വരം നേടാനായി തപസ് ചെയ്തു. തപസ്സിനൊടുവിൽ ബ്രഹ്മാവ് വരം നൽകാൻ ഒരുങ്ങി. കൊടും തപസ്സിലാണ്ടിരുന്ന ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ പ്രത്യക്ഷനായ ബ്രഹ്മാവിനോട് ഹിരണ്യകശിപു പറഞ്ഞു, അങ്ങയുടെ സൃഷ്ടികളിൽ നിന്ന് എനിക്ക് മരണമുണ്ടാകരുത്. കൂടാതെ 18 ആയുധങ്ങൾ കൊണ്ടും എനിക്ക് ഹാനി ഉണ്ടാകരുത്. ആകാശം, ഭൂമി, സുതലം തുടങ്ങിയ ലോകങ്ങളിലെങ്ങും വെച്ച് എനിക്ക് മരണമുണ്ടാകരുത്. രാത്രിയോ പകലോ ഞാൻ മരിക്കരുത്. ഗൃഹത്തിനകത്ത് വെച്ചോ പുറത്തു വെച്ചോ മരിക്കാൻ എനിക്കിടവരരുത്. ജന്മം കൊണ്ട് ഒന്നും എന്നെ വധിക്കരുത്. യുദ്ധം കൊണ്ട് എനിക്ക് 3 ലോകങ്ങൾ ജയിക്കാനും സാധിക്കണം. ആവശ്യപ്പെട്ടതെല്ലാം വരമായി നൽകിയിട്ട് ബ്രഹ്മാവ് മറഞ്ഞു. വരപ്രസാദം കൊണ്ട് അഹങ്കരിച്ച ദൈത്യൻ ആരെയും പേടിക്കാനില്ലെന്ന അഹങ്കാരത്തോടെ സജ്ജനദ്രോഹം തുടങ്ങി. തുടർന്ന് ദേവേന്ദ്രനെ ജയിക്കുകയും ദേവന്മാർക്കുള്ള സ്വത്ത് കൈവശമാക്കുകയും ചെയ്തു. ദേവസ്ത്രീകളെ വിധേയരാക്കി. 3 ലോകങ്ങൾക്കും നാഥൻ താൻ തന്നെയാണെന്ന് വീമ്പിളക്കി. നാരായണ നാമമോ ശിവനാമമോ ചൊല്ലുന്നവരുടെ നാവരിഞ്ഞു കളഞ്ഞു. ധ്യാനവും പൂജയും യാഗവുമെല്ലാം തനിക്ക് വേണ്ടിയായിരിക്കണമെന്ന് വിധിച്ചു. സജ്ജനദ്രോഹവും ദേവദ്രോഹവും അസുരൻ മുറയ്ക്ക് നടത്തി. ദേവന്മാരും മഹർഷിമാരും കൂടി അസുരന്റെ ശല്യം സഹിക്കാനാവാതെ പാലാഴിയിലെത്തി മഹാവിഷ്ണുവിനെ പുകഴ്ത്തിപ്പാടി. പ്രത്യക്ഷനായ മഹാവിഷ്ണുവിനോട് അവർ അസുര നിമിത്തമുള്ള ഉപദ്രവങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു. എല്ലാം കേട്ടിട്ട് ഭഗവാൻ അരുളി ചെയ്തു, ഉഗ്രനായ അസുരനെ വധിച്ച ഈ ഉപദ്രവം ഞാൻ ഒഴിവാക്കുന്നുണ്ട്. അല്പം കൂടി ക്ഷമിക്കൂ. ഈ അരുളപ്പാട് കേട്ട് ആശ്വാസത്തോടെ ദേവന്മാരും മുനിമാരും മടങ്ങിപ്പോയി. ഹിരണ്യകശിപുവിന്റെ മൂത്ത മകനായ പ്രഹ്ലാദനെയും മറ്റുള്ള അസുരബാലന്മാരെയും കൂട്ടി ഗൃഹസുതന്മാർ വിദ്യകൾ അഭ്യസിപ്പിക്കാൻ തുടങ്ങി. ലോകകാരണനായ മഹാവിഷ്ണുവിൽ ഉറച്ച ഭക്തിയോടുകൂടിയ പ്രഹ്ലാദൻ വിഷ്ണുമയം ജഗത് സർവം എന്ന് കണ്ടെത്തി സർവജ്ഞനായി ഭവിച്ചു. ഒരു ദിവസം ഹിരണ്യകശിപു വാത്സല്യപൂർവ്വം പുത്രനെ മടിയിൽ പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു, മകനെ, ഈ ലോകത്ത് സത്യവും ശരിയുമായുള്ളത് എന്താണ്? പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു, അഹങ്കാരവും മമതയും കൊണ്ട് ക്ലേശിക്കുന്ന മാനവരാശിക്ക് ഭൗതിക വസ്തുക്കളെല്ലാം അർത്ഥമില്ലാത്തവയാണ്. കരുണാമയനായ ഈശ്വരൻ മാത്രമാണ് പരമമായ സത്യം. ആ ഭഗവാനെ ആശ്രയിക്കുന്നത് മാത്രമാണ് ശരി. പ്രഹ്ലാദനെ തന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട ഉപദേശങ്ങൾ നൽകാനായി വീണ്ടും അസുരരാജൻ ഗുരുഗൃഹത്തിലേക്ക് അയച്ചു. പല പരീക്ഷണങ്ങൾക്കും ശേഷം ഗുരുപുത്രന്മാർ പ്രഹ്ലാദനെ ധർമാർത്ഥ കാമങ്ങൾക്ക് പ്രാധാന്യമുള്ള ശാസ്ത്രം അഭ്യസിച്ച് പിതാവിന്റെ അടുത്തേക്ക് അയച്ചു. വീണ്ടും പിതാവിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ബാലനായ പ്രഹ്ലാദന് ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ച് പറയാനുണ്ടായിരുന്നുള്ളൂ. പല പ്രാവശ്യം ആവർത്തിച്ച് ഗുരുഗൃഹത്തിൽ ശിക്ഷണം നൽകിയിട്ടും പ്രഹ്ലാദന്റെ മനസ്സിൽ നിന്ന് ഭഗവാന്റെ ചിന്തകളെ ഉന്മൂലനം ചെയ്യാൻ സാധ്യമല്ലെന്ന കാര്യം എല്ലാവർക്കും ബോധ്യമായി. ഗുരുപുത്രന്മാർ അവരെ സ്വമാർഗത്തിലേക്ക് കൊണ്ടുവരാനായി ദണ്ഡോപായവും പ്രയോഗിച്ചു. അപ്പോഴേക്കും സഹപാഠികൾ ഏറെപ്പേരും പ്രഹ്ലാദന്റെ മാർഗത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഒരു ദിവസം സഹപാഠികൾ പ്രഹ്ലാദനോട് ചോദിച്ചു, കൊട്ടാരക്കെട്ടിനുള്ളിൽ വളർന്ന അങ്ങയ്ക്ക് ഈ നാരായണ തത്വം എങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു? അതിനു മറുപടിയായി പ്രഹ്ലാദൻ പറഞ്ഞു, പണ്ട് എന്റെ അച്ഛൻ മന്ദരപർവ്വതത്തിൽ തപസ്സിന് പോയിരുന്നപ്പോൾ ദേവന്മാർ പടകൂട്ടി വന്ന് രാജധാനി ആക്രമിച്ചു. അസുരന്മാരുടെ പട തോറ്റോടി. അപ്പോൾ പേടിച്ചിരണ്ട് നിൽക്കുന്ന എന്റെ മാതാവിനെ ഇന്ദ്രൻ ആശ്വസിപ്പിച്ചു കൂട്ടിക്കൊണ്ടുപോയി. നാരദ മഹർഷി വഴിമധ്യത്തിൽ വെച്ച് ഇന്ദ്രനെ കണ്ട ഈ പ്രവൃത്തി ന്യായമല്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട ഇന്ദ്രൻ അമ്മയെ നാരദാശ്രമത്തിൽ വിട്ടിട്ട് മടങ്ങിപ്പോയി. അന്നു ഞാൻ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുകയായിരുന്നു. നാരദൻ അമ്മയ്ക്ക് ഭാഗവത ധർമ്മങ്ങളും വേദാന്ത തത്വങ്ങളുമെല്ലാം ഉപദേശിച്ചു കൊടുത്തു. ആ മോക്ഷമാർഗോപദേശങ്ങൾ സ്ത്രീ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് അമ്മ മറന്നു. എന്നാൽ ആ മുനിശ്രേഷ്ഠന്റെ ദിവ്യശക്തി കൊണ്ട് ആ ഉപദേശങ്ങളെല്ലാം എന്റെ മനസ്സിൽ ഉറച്ചു. ശുക്രപുത്രന്മാരുടെ അടുക്കൽ അധ്യയനത്തിനെത്തിയ ബാലന്മാരെല്ലാം തികഞ്ഞ വിഷ്ണു ഭക്തരായി മാറി. പ്രഹ്ലാദനെ നശിപ്പിക്കാൻ തന്നെ ദാനവേന്ദ്രൻ തീരുമാനിച്ചു.
പല പ്രയോഗങ്ങൾ നടത്തിയെങ്കിലും ഭക്തവത്സലനായ ഭഗവാൻ അപ്പോഴപ്പോൾ ഓരോ രൂപത്തിൽ മായ അവലംബിച്ച് രംഗത്തെത്തി തന്റെ പ്രിയ ഭക്തനെ രക്ഷിച്ചു. ഈ വിധമൊക്കെ സംഭവിച്ചത് തങ്ങളുടെ കുറ്റം കണ്ടല്ലെന്ന് ശുക്രപുത്രന്മാർ ഒറ്റക്കെട്ടായി ചെന്ന് രാജസമക്ഷം ബോധിപ്പിച്ചു. അത് കേട്ട് കോപാകുലനായ ഹിരണ്യകശിപു പുത്രനെ വിളിച്ചു ചോദിച്ചു, നീ ഗുരുക്കന്മാരുടെ ഉപദേശവും നമ്മുടെ ആജ്ഞയും അവഗണിക്കുന്നത് ഏതു ബലം കണ്ടിട്ടാണ്? നമ്മുടെ ജന്മശത്രുവായ മഹാവിഷ്ണുവിനെ നീ ആരാധിക്കുന്നതിന് എന്താണ് അടിസ്ഥാനം? പാപികളിൽ മുൻപനായ നിന്റെ കഴുത്ത് ഞാനിതാ ഛേദിക്കുന്നു. എവിടെ നിന്റെ ബന്ധു? അവൻ നിന്നെ രക്ഷിക്കുന്നത് കാണട്ടെ. അവൻ എവിടെയാണ് ഇരിക്കുന്നത്? പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു, ലക്ഷ്മി വല്ലഭനായ വിഷ്ണു ഭഗവാൻ എന്റെ മാത്രം ബന്ധുവല്ല. അദ്ദേഹം സകല ജീവരാശികളിലും എന്നല്ല സർവഭൂതങ്ങളിലും അന്തര്യാമിയായി വർത്തിക്കുന്നു. ആർത്തരക്ഷകനായ ഭഗവാൻ സർവലോക ബന്ധുവാണ്. അദ്ദേഹത്തെ ശത്രുവായി കാണാൻ കഴിയുന്ന അങ്ങയുടെ ബുദ്ധി വളരെ കഷ്ടം തന്നെ. അസുരബുദ്ധിയെ കൈവെടിഞ്ഞ് സദ്ബുദ്ധിയോടെ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് അങ്ങ് ചെയ്യേണ്ടത്. ഇത് കേട്ട് ഹിരണ്യകശിപു കോപം കൊണ്ട് വിറച്ചു. കണ്ണുകൾ തീക്കനൽ പോലെ ചുവന്നു തിളങ്ങി. പല്ലുകൾ ഞെരിഞ്ഞമർന്നു. പൊട്ടിച്ചിരി ദിഗന്ധങ്ങളിൽ മുഴങ്ങിക്കേട്ടു. നിന്റെ ലോകനാഥൻ എല്ലാത്തിനും അടങ്ങിയിരിക്കുന്നുവെന്നല്ലേ നീ പറഞ്ഞത്? എങ്കിൽ ഈ തൂണിലുള്ള ഭഗവാൻ നിന്നെ രക്ഷിക്കട്ടെ. ഈ വിധം വേണ്ടാത്തത് പറയുന്ന നിന്നെ ഉടനെ വെട്ടിക്കൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് നിന്നിരുന്ന തൂണിന്മേൽ ഹിരണ്യകശിപു കൈ ചുരുട്ടി ശക്തിയായി ഇടിച്ചു. ഇടിയേറ്റ് തൂണ് വട്ടം കറങ്ങി ഞെരിഞ്ഞമർന്നു. ബ്രഹ്മാണ്ഡ കടാഹം തകർന്നു പോകത്തക്ക വിധം ഒരു ഉഗ്രശബ്ദം ദിഗന്ധങ്ങളിൽ മുഴങ്ങി. ഘോരകാരനായ നരസിംഹമായി ഭഗവാൻ ആ സ്തംഭത്തിൽ നിന്ന് പുറത്തു ചാടി. ആ രൂപത്തിന്റെ ഭീകരത കണ്ട ഹിരണ്യകശിപു അല്പനേരം സ്തംഭിച്ചു നിന്നു. ദേവന്മാരും മുനിമാരുമെല്ലാം സ്തബ്ധരായി കൈകൂപ്പി നിന്നു. വാളും പരിചയമേന്തിക്കൊണ്ട് അസുരരാജൻ ഘോരമായ ആക്രമണത്തിന് മുതിർന്നു. ആ സന്ധ്യാവേളയിൽ ഭഗവാൻ അസുരനെ പിടികൂടി പടിക്കൽ കൊണ്ടുചെന്ന് മടിയിൽ കിടത്തി. അവന്റെ മാറിടം നഖങ്ങളായി പിളർന്നു. അവിടെ നിന്ന് ചുടുചോര പുറത്തേക്ക് ഒഴുകി വീണു. ഭഗവാൻ ഘോരമായ അട്ടഹാസ ശബ്ദം മുഴക്കിക്കൊണ്ട് അസുരന്റെ കുടൽമാല വലിച്ചെടുത്ത് മാറിലണിഞ്ഞു. ഇതൊക്കെ കണ്ടിട്ട് ഓടിയെടുത്ത ദാനവ സൈന്യത്തെ മുഴുവൻ ഭഗവാൻ കൊന്നൊടുക്കി. ശേഷിച്ചവർ ജീവരക്ഷാർത്ഥം പാലായനം ചെയ്തു. ലോകവാസികളെല്ലാം ഭയപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ട നരസിംഹരൂപിയായ ഭഗവാൻ ശാന്തഭാവത്തിൽ സിംഹാസനത്തിലിരുന്നു. ശ്രീ പരമേശ്വരനും ബ്രഹ്മദേവനും ഇന്ദ്രനും ഋഷികളും സിദ്ധവിദ്യാധരാദികളുമെല്ലാം ഭഗവാനെ നേരിടാനാവാതെ അകലെ നിന്ന് നമസ്കരിച്ച് വാഴ്ത്തി സ്തുതിച്ചു. ആ സ്തുതി കേട്ടിട്ടും ഭഗവാന്റെ ക്രൂരരൂപത്തിന് മാറ്റം വരുന്നില്ലെന്ന് കണ്ട ബ്രഹ്മാവ് ലക്ഷ്മി ദേവിയെ പ്രേരിപ്പിച്ചു. ലക്ഷ്മി ദേവി മന്ദഹാസത്തോടെ ഭഗവാന്റെ മുന്നിൽ വന്നു നിന്ന് കടാക്ഷിച്ചു. രൗദ്രഭാവത്തിൽ മാറ്റമുണ്ടാകുന്നില്ലെന്ന് കണ്ട ദേവി ഭയത്തോടെ അകന്നു മാറി നിന്നു. അതോടെ ദേവന്മാർ സംഭ്രാന്തരായി. ബ്രഹ്മാവ് ദേവിയെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പ്രഹ്ലാദനെ ആദരവോടെ വിളിച്ച് ബ്രഹ്മദേവൻ അരുളി ചെയ്തു, ഇതെല്ലാം മായാമയനായ ഭഗവാന്റെ ലീലയാണ്. നീ പേടിക്കാതെ ചെന്ന് നരസിംഹാകാരനായ സാക്ഷാൽ വിഷ്ണു ഭഗവാനെ വണങ്ങണം. ഏതു വിധേയനെയും ഭഗവാന്റെ ക്രോധം നീ ശമിപ്പിക്കണം. അത് കേട്ട് പ്രഹ്ലാദൻ ഘോര നരസിംഹത്തിന്റെ പാദകമലങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഭഗവാൻ പ്രഹ്ലാദനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കൂപ്പ് കൈകളോടെ മുന്നിൽ നിൽക്കുന്ന ഭക്തനെ ഭഗവാൻ ദയാപൂർവം തൃക്കൈകൾ കൊണ്ട് പിടിച്ചടിപ്പിച്ച് ആലിംഗനം ചെയ്തു. ഭക്തന്റെ മൂർധാവിൽ ഭഗവാൻ ചുംബനങ്ങൾ ചൊരിഞ്ഞു. ഭക്തിസാഗരത്തിൽ മുഴുകിയ പ്രഹ്ലാദൻ നിർമ്മലമൂർത്തിയായ ഭഗവാനെ ഭക്തിപൂർവ്വം സ്തുതിച്ചു. വേദങ്ങളെ തട്ടിയെടുത്തുകൊണ്ട് സമുദ്രത്തിൽ ഒളിച്ച ഹയഗ്രീവനെ വധിക്കാൻ മത്സ്യമായി അവതരിച്ചതും പാലാഴി മഥനവേളയിൽ കടലിൽ താണുപോകാൻ തുടങ്ങിയ മന്ദരപർവ്വതത്തെ ഉയർത്താൻ കൂർമ്മമായി അവതരിച്ചതും ഭൂമിയെയും കൊണ്ട് പാതാളത്തിലേക്ക് പോയ ഹിരണ്യാക്ഷനെ കൊന്ന് ഭൂമിയെ തേറ്റമേൽ ഉയർത്തിയ പന്നിയായി അവതരിച്ചതും ഇന്ന് എന്നെ രക്ഷിക്കാനായി നരസിംഹരൂപം പൂണ്ടതും ആശ്രിത വത്സലനായ അങ്ങ് തന്നെ. ഈ തരത്തിൽ അതാത് കാലത്തുണ്ടാകുന്ന ദൗർഭാഗ്യങ്ങളെല്ലാം തീർത്ത് ലോകരക്ഷ ചെയ്യുന്നതിന് അങ്ങേപ്പോലെ 3 ലോകങ്ങളിലും വേറെ ആരുണ്ട്? ഭഗവാൻ അങ്ങയുടെ പാദപങ്കജങ്ങൾ എന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ കനിയേണമേ. മംഗളസ്വരൂപനും വില്ല് ധരിച്ചവനുമായ ഭഗവാൻ അങ്ങേക്ക് നമസ്കാരം. സച്ചിന്മയനും ലോകവന്ധ്യനും നിത്യനും ദരിദ്രർക്ക് സമ്പത്തായിട്ടുള്ളവനും വേദാന്തത്താൽ അറിയപ്പെടേണ്ടുന്നവനും വേദസ്വരൂപനുമായ അങ്ങേ നിത്യം ഞാൻ നമസ്കരിക്കുന്നു. പ്രഹ്ലാദന്റെ സ്തുതി കേട്ട് പ്രസന്നനായ ഭഗവാൻ അരുളി ചെയ്തു, ഈ സ്തോത്രം ജപിക്കുന്നവന് എന്റെ സാമീപ്യം ലഭിക്കും. നിനക്ക് എന്തു വരമാണ് വേണ്ടുന്നതെന്ന് എന്നോട് ചോദിച്ചു കൊള്ളുക. പ്രഹ്ലാദൻ പറഞ്ഞു, ഭഗവാൻ, രാഗാദിദോഷങ്ങൾ എന്നെ ബാധിക്കരുത്. എന്റെ പിതാവിന് ദുരിതങ്ങളില്ലാതാകണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ കാരണം നിന്റെ പൂർവികരായ പിതൃക്കളെല്ലാം വിശുദ്ധരായിരിക്കുന്നു. ഭഗവാന്റെ ഉപദേശപ്രകാരം പ്രഹ്ലാദൻ പിതാവിന്റെ ശവസംസ്കാരാദികളായ അനന്തര നടപടികൾ ചെയ്തു. മന്നന്തരം വരെ വാഴാനും പുരുഷാർത്ഥങ്ങളെല്ലാം സ്വായത്തമാക്കാനും അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. ഈ നരസിംഹാവതാര കഥ കേൾക്കുന്നവരുടെ പാപങ്ങളെല്ലാം നശിക്കുന്നതായിരിക്കും. അവർക്ക് ഭക്തിയും മോക്ഷവും സിദ്ധിക്കും.
നരസിംഹമൂർത്തിയായ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.